തുണിക്കച്ചവടത്തിന്റെ മറവിൽ MDMA കടത്തിയ അമ്മയും മകനും ഉൾപ്പെടെ 4 അംഗ സംഘം നെയ്യാറ്റിൻകരയിൽ പിടിയിലായി. ഈഞ്ചക്കൽ സ്വദേശി കിരൺ, അക്ഷയ്, കിരണിന്റെ അമ്മ ബീന, കിരണിന്റെ പെൺസുഹൃത്ത് സന്ധ്യ എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഇവരിൽ നിന്ന് 125 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ആണ് ചേരുന്നത്. അരുൺ, അമ്മയും മകനും ഒപ്പം പെൺസുഹൃത്തും പിടിയിലായി എന്നതാണല്ലോ വാർത്ത. എന്താണ് വിവരങ്ങൾ? അരുൺ, MDMA വിറ്റ കേസിൽ ആണ് അമ്മയും മകനും പെൺസുഹൃത്തും ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? തുണിക്കച്ചവടത്തിന്റെ മറവിൽ ആയിരുന്നു MDMA കടത്തിയത്. ഈ കേസിലാണ് അമ്മയും മകനും ഉൾപ്പെടെയുള്ള 4 അംഗ സംഘം പിടിയിലായിട്ടുള്ളത്. നെയ്യാറ്റിൻകരയിലാണ് ഇവർ പിടിയിലായത്. ഈഞ്ചക്കൽ സ്വദേശിയായിട്ടുള്ള കിരൺ, അക്ഷയ്, ഈ കിരണിന്റെ അമ്മ ബീന, കിരണിന്റെ പെൺസുഹൃത്ത് സന്ധ്യ എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. അരുൺ മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, അമ്മ, മകൻ, മകന്റെ പെൺസുഹൃത്ത് ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായിട്ടുള്ളത്. എന്താണ് ഇവരുടെ ഒരു പശ്ചാത്തലം? എങ്ങനെയാണ് ഇവരിലേക്ക് പോലീസ് സംഘം എത്തിയത്? അഭിലാഷ്, തീർച്ചയായും ഒരു കേട്ടുകേൾവില്ലാത്തൊരു സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ ഈ പറയുന്ന നെയ്യാറ്റിൻകരയിൽ സംഭവിക്കുന്നത്. എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പരിശോധനയുടെ ഫലമായി, തണ്ടന്റെ ഭാഗമായുള്ള പരിശോധന എന്നാണ് അറിയാൻ കഴിയുന്നത്. പരിശോധനയുടെ ഭാഗമായാണ് ഈ പറയുന്ന ഈഞ്ചക്കൽ സ്വദേശിയായ കിരൺ, അക്ഷയ്, കിരണിന്റെ അമ്മ ബീന, കിരണിന്റെ പെൺസുഹൃത്ത് സന്ധ്യ ഉൾപ്പെടെയുള്ളവരെ പിടികൂടുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, എക്സൈസിനെയും പോലീസിനെയും കണ്ണുവെട്ടിക്കുന്നതിലേക്ക് വേണ്ടി 8 വയസ്സുള്ള കിരണിന്റെ മകളെയും കൂടെ കൂട്ടിയുള്ള ഒരു യാത്രയ്ക്കിടയിലായിരുന്നു ഇവരെ പിടികൂടുന്നത്. ഇവരിൽ നിന്ന് 125 ഗ്രാം MDMA ആണ് പിടികൂടുന്നത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഇവർ ഈ പറയുന്ന ഈഞ്ചക്കൽ ഭാഗത്ത് തുണിത്തരങ്ങൾ വിൽക്കുന്ന ഒരു സംഘമാണ് എന്നുള്ളതാണ് എക്സൈസ് വിഭാഗം പറയുന്നത്. ഇവർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാംഗ്ലൂരിൽ നിന്നും MDMA കടത്തി വരുന്നുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടുന്നത്. തുടർന്നായിരുന്നു നെയ്യാറ്റിൻകരയ്ക്കടുത്ത് എക്സൈസ് സംഘം നിലയുറപ്പിക്കുകയും പരിശോധന നടത്തുന്നതിനിടയിൽ ഇവരെ പിടികൂടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ സ്ഥിരമായി, അതായത് അരുൺ, ഇവർ ഈ തുണിക്കച്ചവടത്തിന്റെ മറവിൽ MDMA വിൽക്കുമ്പോൾ ഇത് സ്വാഭാവികമായും ഇവർ കണ്ണികളായി വർത്തിച്ചതാണോ എന്നതിൽ സംശയമുണ്ടാകുന്നു. ഇതിപ്പോൾ ബാംഗ്ലൂരിൽ പോയി ഇവർ തന്നെയാണ് ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ MDMA കേരളത്തിലേക്ക് എത്തിക്കുകയും അങ്ങനെ വിൽപ്പന നടത്തിയത് എന്നുമാണോ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം ഈ തുണിത്തരങ്ങൾ വാങ്ങുന്നതിന്റെ മറവിൽ അവിടെ എത്തുന്നു, MDMAയും കൂടി പർച്ചേസ് ചെയ്ത് ഇവിടെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഇനി ഫെസ്റ്റിവൽ സീസണാണ് വരാൻ പോകുന്നത്. ആ ആവശ്യക്കാർക്ക് ധാരാളം ഉണ്ടാവും. അവരിലേക്ക് എത്തിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ പറയുന്ന MDMAയുമായി എത്തിയെന്നുള്ളതാണ് എക്സൈസ് വിഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇവരിൽ പ്രവർത്തിക്കുന്ന ചില കണ്ണികളെ കുറിച്ച് വ്യക്തമായൊരു സൂചന എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നാണ് എക്സൈസ് പറയുന്നത്. എന്തായാലും ഈ പറയുന്ന ഒരു കുഞ്ഞിനെയും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും ഒരു പരിശോധന ഉണ്ടാകില്ല എന്നുള്ള ആത്മവിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആത്മവിശ്വാസമാണ് ഇവർക്ക് വിനയായതെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. എന്തായാലും ഇവരെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ചോദ്യം ചെയ്തു വരുന്നു. മറ്റുള്ള പ്രതികൾ, കാരണം ഈ ജില്ലയ്ക്കകത്ത് വ്യാപകമായി ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ വ്യാപാരം നടത്തുന്ന ചില ആൾക്കാരെ കുറിച്ച് വ്യക്തമായൊരു സൂചന ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 മണിക്കൂറിൽ കൂടുതൽ അറസ്റ്റിലേക്ക് ഒരുപക്ഷെ പോകാൻ സാധ്യതയുണ്ട്. അതായത് ഈ കൊച്ചുകുട്ടിയെ കൂടി ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് സംശയം തോന്നാത്ത തരത്തിൽ ഒരു കുടുംബം എന്ന നിലയിൽ തോന്നിപ്പിക്കാനായിരുന്നോ ആ കുട്ടിയെ കൂടി ഇതിന്റെ ഭാഗമാക്കിയത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം ഒരു കാറിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നു. അവർ തമിഴ്നാട്ടിലൊരു യാത്ര പോയിട്ട് വരികയായിരുന്നു എന്നുള്ളതായിരുന്നു എക്സൈസിനോട് പരിശോധനാ സമയത്ത് പറയുന്നത്. പക്ഷെ പരിശോധനയിൽ MDMA കിട്ടിയതുകൂടിയാണ് ഇവർ തീർച്ചയായും അവരുടെ യഥാർത്ഥ ഉദ്ദേശവും എവിടെ നിന്നാണ് സാധനങ്ങൾ എത്തിക്കുന്നതെന്നും തുടങ്ങിയ വിവരങ്ങൾ എക്സൈസിനോട് സമ്മതിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന ഇവർ ഈ ഈഞ്ചക്കൽ ഭാഗത്ത്
അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്ത് കേന്ദ്രീകരിച്ച് വ്യാപകമായി ആവശ്യക്കാർക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘത്തിലെ പ്രധാന കണ്ണി ആണ് എന്നുള്ളത് തർക്കമില്ല. എന്താ വരും മണിക്കൂറുകളിൽ കൂടുതൽ ആൾക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ടെന്നും ഈ ചില എക്സൈസ് വൃത്തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. യെസ്, ഇതാണ് പശ്ചാത്തലം. നമ്മൾ തുടക്കത്തിൽ തന്നെ ന്യൂസ് ടെൻസ് ആരംഭിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു. അതായത് മലയാളിയുടെ മനോനിലയിൽ വരുന്ന മാറ്റം. ഇപ്പോഴിതാ അമ്മ, മകൻ, മകന്റെ പെൺസുഹൃത്ത് അടക്കം ആണ് ഈ MDMA കച്ചവടം നടത്തിയിരുന്നത്. പിടിക്കപ്പെടാതിരിക്കാൻ അവർ ആ കുടുംബത്തിലെ ഒരു കൊച്ചുകുട്ടിയെ കൂടി ഇതിന്റെ ഭാഗമാക്കിയിരുന്നു എന്നതാണ്. അതായത് കുടുംബസമേതം തന്നെ MDMA വിൽക്കുന്ന ഒരു കുടുംബം എന്ന് തന്നെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.